കർത്താവായ ദൈവം നിന്റെ മുൻപേ നടന്ന് നിന്റെ വഴി ശുഭമാക്കും. നീ പോകുന്നിടത്തെല്ലാം നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ വഴിയിൽ തടസ്സമായുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാ ദോഷങ്ങളും കർത്താവ് എടുത്തു മാറ്റും. കർത്താവ് നിനക്ക് ശുഭമായ ഭാവി നൽകും. അവിടുന്ന് നിന്റെ കൂടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നീ പോകുന്ന കാര്യങ്ങളിലെല്ലാം നീ വിജയിക്കും. ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ, അനേക വർഷങ്ങളായി നടന്നിട്ടില്ലാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റവും എളിമയോട്, വിശ്വാസത്തോടെ, വിനയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്കു വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്കുത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്നു പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞുകളയും. കർത്താവായ ദൈവം ഇന്നത്തെ ദിവസം നമ്മോട് അരുളി ചെയ്യുന്നു, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് നിന്നോട് കരുണ കാണിക്കും. നിന്റെ കരച്ചിലുകൾക്കുള്ള എല്ലാ ഉത്തരവും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിനക്ക് നൽകിയിരിക്കും. നീ വിശ്വസിക്കൂ. അവിടുന്ന് നിന്നോട് ഔദാര്യം കാണിക്കുവാൻ കാത്തിരിക്കുന്നു. അവിടുന്ന് നിന്നോട് ദയവ് തോന്നി നിന്നെ അനുഗ്രഹിക്കും. നീ പോകുന്നിടമെല്ലാം നിന്നെ ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. കർത്താവ് നിനക്ക് മുൻപേ പോയി അവിടുന്ന് നിന്റെ വഴി ശുഭമാക്കും. നീ പോകുന്ന കാര്യങ്ങളിലെല്ലാം നീ വിജയം പ്രാപിക്കും. നീ ഭയപ്പെടേണ്ട. കർത്താവായ ദൈവമാണ് നിന്നെ വഴി നടത്തുന്നവൻ. വഴിയും സത്യവും ജീവനുമായ ഈശോ ഇന്ന് നിന്നെ വഴി കാണിക്കുവാൻ നിന്റെ കൂടെയുണ്ട്. നീ എത്തേണ്ട വഴിയിൽ, നീ എത്തേണ്ട സ്ഥലത്ത് കർത്താവ് നിന്നെ എത്തിക്കും. വിശ്വസിക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കുക, അത് അനുസരിക്കുക. ദൈവവചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരുടെ ഭാഗ്യം വലിയതാണ്. അതിനാൽ നാം ഏതവസ്ഥയിലാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുകയും അത് അപ്പാടെ അനുസരിക്കുകയും ചെയ്യുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണുനീരൊപ്പുന്ന കർത്താവ് നിന്റെ കരച്ചിലുകൾ എല്ലാം കാണുന്നു. നിന്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിന്റെ എല്ലാ ശാരീരിക രോഗങ്ങളെയും വൈകാരിക വേദനകളെയും ആത്മീയ തകർച്ചകളെയും അതിജീവിക്കുവാൻ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ഇന്ന് നിന്നെ
വലയം ചെയ്യുന്നു. ആ സ്നേഹത്തിൽ ആശ്രയിക്കുക. കർത്താവിൽ പൂർണ്ണമായി ശരണം വയ്ക്കുക. ആദ്യം കർത്താവിനെ അന്വേഷിക്കാം. ആദ്യം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി, ദൈവഹിതം സ്വീകരിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, അതനുസരിക്കുവാൻ ഒരു തീരുമാനമെടുക്കാം. അതിനാൽ തന്നെ കർത്താവ് ബാക്കിയെല്ലാം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റും. നീ മറ്റുള്ളവർക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറും. നിന്റെ വഴികളിലെല്ലാം കർത്താവ് നിന്നെ കാത്തു പരിപാലിക്കും. ഒരു ശത്രുവും നിനക്ക് മുന്നേ നടക്കത്തില്ല. അതിനാൽ കർത്താവ് ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും നിനക്ക് മുൻപേ പോയി അവിടുന്ന് അത് തകർത്ത് കളയും. അതിനാൽ ഇന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കർത്താവ് നിന്റെ കാതുകൾക്ക് പിന്നിൽ ശബ്ദിക്കും. നീ ഒരു സ്വരം കേൾക്കും, മകനെ, മകളെ, ഇതാണ് വഴി, ഇതിലേ പോവുക. കർത്താവിൻ്റെ ആ സ്വരം കേൾക്കുമ്പോൾ നാം മറുതലിച്ചു നിൽക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുസരിക്കുക. ദൈവത്തിൻ്റെ വഴി, ദൈവം കാണിച്ചു തരുന്ന വഴി നീ തിരഞ്ഞെടുക്കുക. അവിടെയാണ് നിനക്ക് വിജയവും മഹത്വവും ബഹുമാനവും കാത്തിരിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വഴിയിൽ അവിടുന്ന് എനിക്ക് മുന്നേ പോയി എൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. കർത്താവേ, എന്നെ സഹായിക്കുവാൻ നീ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്തയോടെ പ്രവർത്തിച്ചവൻ നീ മാത്രമാണ് കർത്താവേ. ഇന്ന് നമ്മുടെ എല്ലാ അവിശ്വസ്തതയും നന്ദിഹീനതയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച്, കർത്താവെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മറ്റു പലരെയും അനുസരിച്ച് അവർ കാണിച്ചു തന്ന വഴിയെ ഞാൻ നടന്നു. എന്നാൽ എനിക്ക് സംഭവിച്ചത് നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ മാത്രമാണ്. കർത്താവെ, പലരും എൻ്റെ നേരെ വാക്കു പാലിക്കാതെ എന്നിൽ നിന്ന് എൻ്റെ നന്മകളെ തട്ടിയെടുത്ത് എനിക്കെതിരെ അവർ തിരിയുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ എൻ്റെ കർത്താവേ, നീ മാത്രമാണ് വിശ്വസ്തൻ. ഇന്നത്തെ ദിവസം മുതൽ നീ കാണിച്ചു തരുന്ന വഴി, നിൻ്റെ വചനം കേൾക്കുകയും നീ കാണിച്ചു തരുന്ന വഴി പിന്തുടരുകയും നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുകയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ്. എൻ്റെ ദൈവമേ, എന്നെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവേ, എൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ വിട്ടകന്ന് പോകാത്ത എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണുനീരൊപ്പുവാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ള കർത്താവേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, നിന്നിൽ ഞാൻ സന്തോഷിക്കുന്നു, നിന്നിൽ ഞാൻ ആനന്ദിക്കുന്നു. എന്തെന്നാൽ എൻ്റെ കർത്താവ് അനാദി മുതലേ എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. യുഗാന്തം വരെയും നീ എൻ്റെ കൂടെ ഉണ്ടാവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ ജീവിതത്തിൽ ക്ലേശങ്ങളും സഹനങ്ങളും വന്നേക്കാം. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നിന്നെ വഴി നടത്തുന്ന കർത്താവ്, ഇരുണ്ട മേഖലയിലൂടെ നീ നടക്കേണ്ടി വന്നാലും നിന്നെ ഒറ്റയ്ക്കാക്കി മടക്കുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നെ അവിടുന്ന് നയിക്കും. സമൃദ്ധിയുടെ ജലാശയത്തിലേക്ക് നിന്നെ അവിടുന്ന് കൈപിടിച്ചുയർത്തും. ഇപ്പോൾ കാണുന്ന ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ഇവയെല്ലാം നിന്നിൽ നിന്നും മാറിപ്പോകും. നിന്റെ വഴി കർത്താവിൻ്റെ വഴി മാത്രമായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നീ ജീവിക്കുവാൻ തയ്യാറെടുക്കുക. ദൈവവചനം പഠിച്ച് അതനുസരിക്കുവാൻ തയ്യാറെടുക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, എങ്കിൽ നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ അധികാരി, ഞാനാണ് നിന്റെ ഗുരു, ഞാനാണ് നിന്റെ അമ്മയും അപ്പനും. കർത്താവായ ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിന്നെ അവിടുന്ന് സഹായിക്കും, നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കും. ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക. ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ശ്രമിക്കുക. എന്തെന്നാൽ കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി വേദനയുടെ, സഹനങ്ങളുടെ വഴിയിലൂടെ നിന്നെ നടത്താം.
എന്നാൽ അതല്ല അവസാനം നിന്റെ മഹത്വമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിനക്കുയർച്ച നൽകുന്ന നിന്റെ ദൈവം, ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവം, ഞാനാണ് നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്റെ ദൈവം. നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്നെ മഹത്വപ്പെടുത്തുന്ന നിന്റെ ദൈവം, ഞാനാണ് നിന്നെ ഉയർത്തുന്ന നിന്റെ ദൈവം. നിന്നെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഉയർത്തും. നീ ഭയപ്പെടേണ്ട. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം അവിടുന്ന് എന്നോട് സംസാരിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ എല്ലാ കണ്ണുനീരും ഒപ്പിയെടുത്ത് എൻ്റെ ആശ്വാസമായി, എൻ്റെ സഹായമായി, സൗഖ്യമായി എൻ്റെ കൂടെ അവിടുന്ന് നിന്ന് എന്നെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എനിക്ക് മുൻപേ പോയി അവിടുന്ന് എൻ്റെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും മാറ്റുകയും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ട് അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നതിനെ ഓർത്ത് ഞാൻ കൊടാനുകൂടി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഏറ്റവും വിശ്വസ്തനും നീതിമാനുമായ ദൈവമേ, ഇന്ന് മുതൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. അങ്ങയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കും, അങ്ങയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. അങ്ങൻ്റെ രക്ഷകനാണ് എന്ന് വിശ്വസിക്കും. കർത്താവേ, അങ്ങ് കാണിച്ചു തരുന്ന വഴിയിൽ ഞാൻ നടക്കും. അങ്ങയുടെ വചനം ഞാൻ കേൾക്കും. അങ്ങയുടെ വചനം ഞാൻ അപ്പാടെ അനുസരിക്കും. കർത്താവേ, അങ്ങ് വഴിയാകുന്നു, അങ്ങ് സത്യമാകുന്നു, അങ്ങ് ജീവനാകുന്നു. ആ വഴിയിൽ ഞാൻ നടന്നാൽ എനിക്കും സത്യം തിരിച്ചറിയുവാനും ജീവനിലേക്ക് മഹത്വത്തിലേക്കും പ്രവേശിക്കുവാനും സാധിക്കും. കർത്താവേ, ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന കർത്താവേ, ഇത്രയധികം എന്നെ കരുതുന്ന ദൈവമേ, അവിടുത്തേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ വഴി കാണിച്ചു കൊടുക്കുന്നതിനാൽ, അവരുടെ പ്രയാസങ്ങളിൽ അവിടുന്ന് കൂടെ നിന്ന് അവരെ ശക്തിപ്പെടുത്തുന്നതിനാൽ, അവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുന്നതിനാൽ, അവരുടെ രോഗപീഠകളിൽ അവരെ സൗഖ്യപ്പെടുത്തുന്നതിനാൽ, കർത്താവേ, അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഒരിക്കലും ഞങ്ങൾ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന, കരുതൽ, സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം
നിങ്ങളെ വഴി നടത്തുകയും നിങ്ങൾക്ക് മുൻപേ പോയി നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ശുഭകരമാക്കി മാറ്റുകയും ചെയ്യും. നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകും. നിങ്ങൾ പോകുന്ന വഴിയിൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.